1977 ഇന്ത്യ-പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച പെരിങ്ങോട്ടുകര സ്വദേശി വി.കെ. പ്രേമചന്ദ്രന്റെ സ്മരണയിൽ ജന്മനാട് ആദരമർപ്പിച്ചു. 5.5 പതിറ്റാണ്ടുകാലം ചരിത്രനാളുകളിൽ മറഞ്ഞുകിടന്ന ആ ധീരതയുടെ കഥകൾ സംസ്കൃതി പെരിങ്ങോട്ടുകര സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിലൂടെയും ദീപശിഖ പ്രയാണത്തിലൂടെയും ജനഹൃദയങ്ങളിലെത്തി. പ്രേമചന്ദ്രന്റെ വടക്കുംമുറിയിലെ ജന്മഗൃഹത്തിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം സഹോദരി ലളിത തിലകൻ കൊളുത്തി. മീററ്റ് റെജിമെന്റിലെ നായിബ് സുബേദാർ സതീഷ് ബാബു ദീപശിഖ ഏറ്റുവാങ്ങി. തൃപ്പയാർ സരയൂ തീരത്തെ സ്മൃതി മണ്ഡപത്തിൽ ക്യാപ്റ്റൻ ശ്രീധരൻ ദീപശിഖ പ്രതിഷ്ഠിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ ദേശീയ പതാക ഉയർത്തി പ്രേമചന്ദ്രന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേജനമേൽക്കും. പൂങ്കാവനങ്ങൾ മാത്രമല്ല, ചിതറിത്തെറിക്കുമ്പോഴും ഭാരതത്തെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ, അവിടെ വെച്ച് പൂജിക്കാൻ കഴിവുള്ള അനേക ലക്ഷം പ്രേമചന്ദ്രന്മാരുണ്ട് ഇവിടെ എന്നാണ് പറഞ്ഞു വന്നത്. സൂര്യതേജസ്സോടെ ഇപ്പോഴും നിലകൊള്ളുന്ന പ്രേമചന്ദ്രനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ യൂണിറ്റായ 75 മീഡിയം റെജിമെൻറ്റ്, ആ റെജിമെൻറ്റ് വളരെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു റെജിമെൻ്റാണത്. അതിൽ മഹാവീരചക്രയും വീരചക്രയും കിട്ടിയ സോൾജിയേഴ്സ് ഉള്ള ഒരു ബറ്റാലിയനാണത്. അപ്പോൾ അതിനെ 75 മീഡിയം റെജിമെൻറ്റ് അതിൻ്റെ കൂടെ തന്നെ എഴുതാറുണ്ട് മഹാവീരചക്ര, വീരചക്ര എന്ന്. അത്രയും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റിൻ്റെ ഒരു യോദ്ധാവിനെയാണ് നിങ്ങളിന്ന് അനുസ്മരിക്കുന്നത്. അവിടെ അദ്ദേഹത്തെ പറ്റി എഴുതി വച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. എസ്പെഷ്യലി കുട്ടികൾ നിങ്ങളിത് കേൾക്കണം. അദ്ദേഹത്തിനെ പറ്റി അവിടുത്തെ ബറ്റാലിയനിൽ എഴുതി വെച്ചേക്കുന്ന എക്സാക്ട് വാക്കുകളാണ് ഞാനിപ്പം വായിക്കുന്നത്. ഡ്രൈവർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് വി.കെ. പ്രേമചന്ദ്രൻ പോസ്റ്റമസ്. ഡ്യൂറിംഗ് ഓപ്പറേഷൻ കാക്ടസ് ലില്ലി 1971, DMT V.K. Premachandran was entrusted with the critical responsibility of serving as the dispatch rider of the regiment. 26-ാം വയസ്സിൽ യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ ഷെല്ലാക്രമണത്തിനിടയിലും സൈന്യത്തിന് സന്ദേശമെത്തിക്കാൻ ജീവൻ ബലി നൽകിയ പ്രേമചന്ദ്രന്റെ ത്യാഗം വരും തലമുറയ്ക്ക് മാതൃകയാണെന്ന് റെജിമെന്റിൽ നിന്നെത്തിയ ബിജു കെ, സുബേദാർ ബാലകൃഷ്ണൻ എന്നിവർ ഓർമ്മിപ്പിച്ചു. സംസ്കൃതി വൈസ് ചെയർമാൻ സുനിൽ പാറമ്പിൽ അധ്യക്ഷത വഹിച്ചു. KV ശ്രീജയദേവൻ, സുഭാഷ് രാജ് TS, ലക്ഷ്മണൻ CK, രേഷ്മ TS, റുക്കിയ സരേന്ദ്രൻ, നീതു വിനോദ്, വിനോദ് ശിവം, രജിത സുനിൽ, സിന്ധു ജയദേവൻ, പ്രകാശൻ കണ്ടങ്ങത്ത്, NS സുഗതൻ എന്നിവർ നേതൃത്വം നൽകി. അനുസ്മരണത്തിന്റെ ഭാഗമായി ആവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം കലാകേന്ദ്രം കലാമണ്ഡലം ഗോപിയാശാന്റെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ്, കഥകളി, ഈശ്വരൻ മാസ്റ്ററുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കരാത്തെ, ദൃശ്യാവിഷ്കാരങ്ങൾ എന്നിവയും അരങ്ങേറി.